നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കണം, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ്, നിങ്ങളുടെ ലൈഫിലെ ബ്ലോക്കേജും കാര്യങ്ങളും മാറാൻ സഹായമായിരിക്കും. അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കടന്നു വരുന്നതായിരിക്കും കേട്ടോ. കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം. ഒരു കാരണവശാലും നിങ്ങൾ നെഗറ്റീവ് എനർജി കണക്ട് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് അനുയോജ്യമല്ല എന്ന് തോന്നുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾ ഇറങ്ങിപ്പോവുക എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വരാഹി മന്ത്രവും മണി അഫർമേഷൻസും കൊടുക്കുന്നുണ്ട്. വരാഹി മന്ത്രം എപ്പോഴും ഞാൻ പറയാറുണ്ട്, പ്രാർത്ഥന പോലെ കാണുക. അതുപോലെ തന്നെ രാത്രി 8 മണിക്ക് ശേഷം ഒരു 108 തവണയോ 308 തവണയോ നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് അത് ചൊല്ലുക. നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് അർഹവും അനുയോജ്യവുമായ പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചൂസ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക്കുകൾ, ബ്ലോക്കേജുകൾ, നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന കഷ്ടതകളെ എല്ലാം തീർച്ചയായിട്ടും ഈ ഒരു മന്ത്രം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു മന്ത്രത്തിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക കേട്ടോ. ചിലർ മഹാവിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നവരുണ്ട്, ചിലർ ശിവൻ്റെ നാമം ചൊല്ലുന്നവരുണ്ട്, ദേവി പ്രാർത്ഥന ചൊല്ലുന്നവരുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം നിങ്ങളുടെ വിശ്വാസങ്ങൾ, അതായത് ക്രിസ്ത്യൻ വിശ്വാസത്തിലായിക്കോട്ടെ മുസ്ലിം വിശ്വാസത്തിലുള്ളവരായിക്കോട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ വിശ്വാസത്തെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. ഇതൊരു പ്രൊട്ടക്ഷൻ, ഒരു കവചം മാത്രമാണ് ഞാൻ തന്നിരിക്കുന്ന മന്ത്രമെന്ന് ചിന്തിക്കുക. മണി അഫർമേഷൻസ് ആണെങ്കിൽ തന്നെ ആ മണി അഫർമേഷൻസും നിങ്ങളുടെ ഫിനാൻഷ്യൽ സംബന്ധമായ ബ്ലോക്കേജ് മാറാനാണ് കേട്ടോ. പിന്നെ വരാഹി മന്ത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളതും നമുക്ക് നല്ല രീതിയിൽ ഫിനാൻസ് നമ്മളിലേക്ക് വന്നു ചേരും. പക്ഷേ അത് നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിച്ചില്ല എങ്കിൽ ചെറിയൊരു ആതുര സേവനമൊക്കെ ചെയ്യണം. ചെറിയ രീതിയിലൊക്കെ നമ്മൾ ഒരു മറ്റേ എന്താ പറയുക, നമ്മളൊരു ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. ഈ ഒരു മന്ത്രം കൊണ്ട് നമ്മൾക്ക് ഫിനാൻസ് വന്ന് ചേരുന്ന അനുസരിച്ച് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നമുക്ക് വന്ന അതേ സ്പീഡിന് നമ്മളിൽ നിന്നും അത് ഇറങ്ങിപ്പോകുമെന്നും മനസ്സിലാക്കുക. പണത്തെ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ ശ്രദ്ധിച്ച് തന്നെ ആയിരിക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. അല്ലാതെ ഇങ്ങനെ നിധി പോലെ സൂക്ഷിച്ച് വെച്ചാൽ അത് നമ്മളിൽ നിന്നും പോകുന്ന വഴി കാണില്ല കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം. ഉപദേശം തന്നെയല്ലേ എന്നും. നമുക്ക് റീഡിങ്സിലേക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ഉപദേശം എന്ന് പറയുന്നത്. നമുക്ക് റീഡിങ്സ് നോക്കാം. മൂൺ എനർജിയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. അതായത് ഒരു ന്യൂ മൂൺ ഫുൾ മൂൺ എനർജിയുടെ ഒരു കണക്ഷൻസ്, ശരിക്കും ന്യൂ മൂണും ഫുൾ മൂണും കണക്ട് ചെയ്യുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. മാർച്ച് മാസക്കാരുടെയും അതുപോലെ സെപ്റ്റംബർ മാസക്കാരുടെയും ജൂൺ മാസക്കാരുടെയും എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. നവംബർ മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും എനർജികൾ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. എന്താണെങ്കിലും ഈ ഫുൾ മൂൺ ന്യൂ മൂൺ, അതായത് മൂണിൻ്റെ എനർജികൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നെങ്കിൽ അനുഭവിച്ച് അവസാനിക്കുന്നു, ജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ശരിക്കും നിങ്ങളിൽ പോസിറ്റിവിറ്റി വന്നാലും ആ പോസിറ്റിവിറ്റിയെ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ആ ഭാഗ്യം വന്നാലും ആ ഭാഗ്യത്തിനൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഡാർക്ക് എനർജി, നിർഭാഗ്യം വന്ന് ചേരുന്ന ഒരു സിറ്റുവേഷൻസ്, അതായത് ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കുന്ന നിമിഷം തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പ്രോബ്ലംസിനെ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻ, അതൊരു കാർമിക് എനർജി ആയിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ മുന്നിൽ ശത്രുവിൻ്റെയും മിത്രത്തിൻ്റെയും ഒരു പ്രസൻസ് ഉണ്ട് കേട്ടോ, വളരെ ശക്തമായിട്ടും. അതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങളൊന്ന് സ്റ്റക്കായി പോകുന്നു. വളരെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്തായിരിക്കാം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ദുഃഖം കടന്നു വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത്. ഏകദേശം ഒരു ജസ്റ്റിസ് ആണ് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മൂൺ എനർജി എന്ന് പറയുന്നത്
പറയുന്നത് വളരെയധികം ആൻസൈറ്റിയാണ്. അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വളരെയധികം ഉത്കണ്ഠപ്പെടുന്നു, നിങ്ങൾ ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ്, ഒരുപാട് ബാഡ് എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിളിങ് അനുഭവിക്കുന്ന വ്യക്തികളാണ് കേട്ടോ. നിങ്ങൾക്ക് നല്ല ഇൻഡ്യൂഷൻ പവറാണ്, പക്ഷേ നേരത്തെ തന്നെ മുൻകൂട്ടി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ല അറിവുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷണം, ആ ഒരു ഇന്നത് സംഭവിക്കും അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുമായിട്ട് ഇടപെട്ടാൽ ഇന്ന രീതിയിലായിരിക്കാം അതിൻ്റെ ഒരു അവസാനം എന്നൊക്കെ വളരെ ക്ലിയറായിട്ട് നല്ലൊരു ഇൻഡ്യൂഷൻ പവറൊക്കെ ഉണ്ട്. മാത്രവുമല്ല നിങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡ് നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുന്ന വ്യക്തികളാണ്. നിങ്ങളെ സംബന്ധിച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ടൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല. പൂർണ്ണമായും ഒരു റിലാക്സ് എനർജിയിലൂടെ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ, എപ്പോഴും പ്രശ്നങ്ങൾക്കുമേൽ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്ന ഒരു എനർജിയാണ്. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിടുന്ന പരീക്ഷണമാണ്. ഒന്നെങ്കിൽ പാസ്റ്റ് ലൈഫ് ഒരു കർമ്മയാവാം, അതല്ലെങ്കിൽ ഈ ഒരു ജന്മം നിങ്ങൾക്ക് അനുഭവിക്കേണ്ട ചില സമയങ്ങളുണ്ട്. നിങ്ങളുടെ ഒരു ടൈമാണിതെന്ന് മനസ്സിലാക്കുക. ഈ ഒരു അവസ്ഥയും മറിയും, ഈ ഒരു സിറ്റുവേഷൻസൊക്കെ വളരെ ശക്തമായിട്ട് മാറും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്താണേലും ഇതൊരു ജസ്റ്റിസ് ആണ് കേട്ടോ, നിങ്ങളിൽ നടക്കുന്ന ഒരു പരീക്ഷണമാണ്, അതല്ലെങ്കിൽ ഒരു കർമ്മ എനർജിയാണ്. എന്താണെങ്കിലും നിങ്ങൾ തീരുമാനിക്കുന്ന നിങ്ങളുടെ മനസ്സിലൊരു യാത്രയെ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, കരിയർ പരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരാഗ്രഹത്തോടു കൂടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പോസിബിളാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ തന്നെ ഒരു യാത്ര, ഒരു കടൽ കടന്നു പോകാനുള്ളൊരു യോഗം വന്നു ചേരാൻ പോകുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ പാതയിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പവർ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആകുന്ന ഒരു എനർജി കണക്റ്റഡ് ആകാൻ പോകുന്നു. അത് മാത്രവുമല്ല നിങ്ങൾക്ക് ചില അനുഭവയോഗ്യമാകുന്ന ചില പുതിയ തുടക്കങ്ങൾ, ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ വരാൻ പോകുന്ന സിറ്റുവേഷൻസ്, അതായത് ഒന്നും നോക്കാണ്ട് തന്നെ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം. നിങ്ങൾ ശരിക്കും ഒരു സീറോ എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ, ഒന്നുമല്ലാതെ ശൂന്യതയിലാണ് നിൽക്കുന്നതെങ്കിൽ, ആ ശൂന്യതയിൽ നിന്നും, ആ ഒരു സീറോ എന്ന് പറയുന്ന ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ്. എല്ലാ സൗഭാഗ്യങ്ങളോടു കൂടിയ ഒരു പുതിയ തുടക്കമാണ്. ജസ്റ്റിസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സക്സസ് ആണ് കേട്ടോ. നിങ്ങൾ അനുഭവിക്കുന്ന കർമ്മയുടെ അവസാന ഫലം, നിങ്ങൾ അനുഭവിച്ച ചിലപ്പോൾ നിങ്ങൾ അപമാനിക്കപ്പെടുന്നുണ്ടാവാം, ഒറ്റപ്പെട്ടു പോകുന്നുണ്ടാവാം, ശത്രുവിൻ്റെ പല രീതിയിലുള്ള നെഗറ്റീവ് ആകുന്ന ദ്രോഹങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം, മിത്രമായിട്ട് ചേർത്ത് നിർത്തിയവരിൽ നിന്ന് പോലും ചീറ്റിംഗ് എനർജി നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കൊരു വലിയ വിജയം, സക്സസ് ഉള്ള ഒരു ലൈഫ് സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ ഉയർന്നു പോകാൻ പോകുന്ന സമയമാണ്. അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കുന്ന ഒരു സ്ട്രഗിളിങ് എനർജിയാണ് നിങ്ങൾ ഈ ഒരു മൂൺ എനർജിയിൽ നിന്നും അനുഭവിച്ച് തീർക്കുന്നതെന്ന് മനസ്സിലാക്കുക. കാരണം ഒരു സൺറൈസ്, ഒരു സണ്ണ് മറഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് പിന്നിൽ. ഒരു വലിയ വിജയത്തിൻ്റെ ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നത് നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് പിന്നിൽ അല്ലെങ്കിൽ നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടൊരു സൺ എനർജി മാറി നിൽപ്പുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഒരു സക്സസ് എനർജിയിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചെറിയ രീതിയിൽ ഒരു സെലിബ്രേഷനൊക്കെ നിങ്ങൾ നടത്തിയ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കും നിങ്ങളോടൊപ്പം ഉള്ളവർക്കൊക്കെ ചെറിയ രീതിയിൽ ഒരു സെലിബ്രേഷനൊക്കെ ആഘോഷിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു സ്ട്രഗിളിങ് ചെയ്തതിൻ്റെ ഫലം നിങ്ങൾ നേടി എടുക്കാൻ പോകുന്ന സിറ്റുവേഷൻസ്, ഒരു ബിഗ് ചേഞ്ചിങ് ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികളിലേക്കൊക്കെ നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ചിലപ്പോൾ പാസ്റ്റിൽ നിന്നും ചില വ്യക്തികളുടെ തിരിച്ചുവരവ് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ കാത്തിരുന്ന പാസ്റ്റിലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്ന ചില വ്യക്തികളുടെ സാന്നിധ്യം, ഒരു കോളോ മെസ്സേജോ, പാസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഉടനെ തന്നെ വന്ന് ചേരാൻ പോകുന്നു. ചിലപ്പോൾ ഈ ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലെ ചില കാര്യങ്ങളാവാം. ഒന്നെങ്കിൽ ഒരു തിരിച്ചുപോക്ക് നിങ്ങളുടെ ബാല്യത്തിലേക്ക്, ആ ഒരു ലൈഫിലേക്ക് ചിലപ്പോൾ ഒന്ന് തിരിച്ചു പോകാൻ സാധിക്കുന്ന ചില എനർജികൾ കൂടി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു യാത്രയായിരിക്കാം. നിങ്ങളുടെ ബാല്യകാലം കഴിഞ്ഞ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് ഒരു യാത്ര പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ചില ബന്ധങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ വന്നു പെടുന്നതായിരിക്കാം. സൗഹൃദമായിരിക്കാം, പ്രണയമായിരിക്കാം. എന്താണെങ്കിലും നിങ്ങൾ ഒരുപാട്
ഒരുപാട് സന്തോഷിപ്പിച്ച, ഒരുപാട് ഇമോഷണലി നിങ്ങൾക്ക് സന്തോഷം ലഭിച്ച ചില സിറ്റുവേഷൻസുകളുടെ പ്രസൻസ് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗം വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. മാത്രവുമല്ല, ഇതിനകത്ത് നിങ്ങളുടെ ജീവിതത്തിലൊരു ചേഞ്ചിങ് വരുന്നുണ്ട്, ഒരു വലിയ ചേഞ്ചിങ്. നിങ്ങൾ എന്താണ് എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളിനി എന്തായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു മാറ്റം. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങളെ ഡിവൈൻ എടുത്ത് കളയുന്നുണ്ടാവാം കേട്ടോ. നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് വരുത്തുന്ന, നിങ്ങളുടെ ജീവിത വിജയത്തിന് തടസ്സം നിൽക്കുന്ന ചില വ്യക്തിബന്ധങ്ങളെയോ ചില സാഹചര്യങ്ങളെയോ ചില സിറ്റുവേഷൻസുകളെ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു കളയുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ആ ഒരു സാഹചര്യം നിങ്ങളിൽ നിന്ന് ഡിവൈൻ എടുത്തു മാറ്റുമ്പം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു സ്ട്രോങ് ആകുന്ന ഒരു അതോറിറ്റി എനർജിയാണ് കേട്ടോ. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പൂർണ്ണമായും ഒരു പ്രൊട്ടക്ഷൻ ആകുന്ന ഒരു ബൗണ്ടറി തീർക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനം നല്ല രീതിയിൽ അലങ്കരിക്കാൻ പറ്റും. അതായത് നിങ്ങളൊരു മസ്കുലൻ എനർജിയാണ്. നിങ്ങളുടെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും പ്രാധാന്യം കൽപ്പിക്കാനോ പ്രൊട്ടക്ഷൻ കൊടുക്കാനോ പറ്റുന്നില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലിയെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ആ ഒരു സ്ഥാനം, നിങ്ങൾ ആ കാണുന്ന സ്വപ്നം നിങ്ങൾക്ക് റിയാലിറ്റി ആക്കുന്നു. നിങ്ങളുടെ കൺട്രോളിങ് പവറിൽ നിങ്ങളുടെ സിറ്റുവേഷൻസിനെ, നിങ്ങളുടെ ചുറ്റുപാടിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥാനമാനം നിങ്ങൾക്ക് ലഭിക്കുന്നു. ചിലരെ സംബന്ധിച്ച് എന്തെങ്കിലും സ്ഥാനമാനങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു സ്ഥാനം ലഭിക്കുന്നു. ഒരു ഇരിപ്പിടം, ഒരു പൊസിഷൻ, മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പൊസിഷൻ, ഒരു പ്രസിഡൻറ്റ് സ്ഥാനമോ സെക്രട്ടറി സ്ഥാനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് മത്സരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് പോസിറ്റീവായിട്ടൊരു റിസൾട്ട് വരുന്നു. നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളിലുമെല്ലാം നിങ്ങളുടെ ഒരു കൺട്രോളിങ് പവർ പൂർണ്ണമായിട്ടും ആവശ്യമാകുന്ന സിറ്റുവേഷൻസ് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അതുപോലെ നമുക്കിതിനകത്ത് കിട്ടിയിരിക്കുന്നത് ഒരു മാജിക്കൽ എനർജി, ഒരു ഇമോഷണൽ സിറ്റുവേഷൻസിന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഒരു റോങ് ആയിരുന്നു എന്ന് മനസ്സിലാക്കിയ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായിട്ട് മൂവ് ഓൺ ചെയ്യാൻ പാകത്തിന് നിങ്ങളൊരു സ്ട്രോങ് എനർജിയിലേക്ക്, ഒരു മാനിഫെസ്റ്റിംഗ് പവറിലേക്കൊക്കെ വന്നൊരു സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ കുറേ വ്യക്തികൾ മാറിയതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ലൈഫിലുള്ള കോൺഫ്ലിക്റ്റ്, എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ, കരിയർ എനർജിയിലായിരിക്കാം കൂടുതലും. നിങ്ങളുമായിട്ട് ആരെങ്കിലും മത്സരിക്കുകയോ നിങ്ങൾക്ക് തടസ്സങ്ങൾ വരുത്തുകയോ ശത്രുതയോടുകൂടി നിൽക്കുകയോ ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതും ഒരു ഇമോഷണൽ പെയിൻ എനർജി, ഒരു തേർഡ് പാർട്ടിയുടെ പ്രസൻസ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലംസുകൾ നിങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഇരുന്നതെങ്കിൽ, കരിയർ എനർജിയിലാണെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് കണക്റ്റഡ് ആയതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് അവഗണനയും ഒറ്റപ്പെടലും മാറ്റി നിർത്തപ്പെടലും നിങ്ങൾക്ക് അർഹമാകുന്ന ഒരു സ്ഥാനമൊന്നും ലഭിക്കാതെ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ സൺറൈസിങ് ആണ് കേട്ടോ. അതായത് ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ചെയ്യാൻ, നിങ്ങളുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിൻ്റെ ഫലമായിട്ട് നല്ലൊരു കൺട്രോളിങ്, ചിലപ്പോൾ നിങ്ങൾ ജോലി ചേഞ്ചിങ് ചെയ്യുന്ന കാര്യവും ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കും കേട്ടോ. നിങ്ങളുടെ ആ ഒരു സ്ഥാനത്തിന് ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് വളരെ ശക്തമായിട്ടും നിൽക്കുന്നത്. അത് പക്ഷേ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മാറുന്നുണ്ടെങ്കിൽ, ഒരു വെല്ലുവിളി ഏറ്റെടുക്കാമെന്ന് തീരുമാനിച്ച് കരിയർ പരമാകുന്ന കാര്യത്തിൽ ആ ഒരു കോൺഫ്ലിക്റ്റിൽ നിൽക്കാതെ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ചേഞ്ചിങ് ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അബണ്ടൻസ് ആണ്. അപ്പോൾ കരിയർ ചേഞ്ചിങ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം കേട്ടോ. കാരണം നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട്, ഒരു ന്യായം ലഭിക്കാൻ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു ഫെമിനിയൻ എനർജി നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു ഫെമിനിയൻ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നല്ലൊരു പ്രൊട്ടക്ഷൻ എനർജി നിങ്ങളിലുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മറ്റൊരു സിറ്റുവേഷൻസിനെ കുറിച്ച് ചിന്തിക്കാം കേട്ടോ. അതിന് പറ്റിയ ഒരു സമയം തന്നെയായിട്ടാണ് കാണുന്നത്. കാരണം സക്സസ് തന്നെയാണ്, നിങ്ങളതോർത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കുന്ന, അതായത് ഒരു ടീച്ചിങ് ഫീൽഡിൻ്റെ എനർജിയൊക്കെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
ഒരു ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളുടെ എനർജി ആണെങ്കിലും ടീച്ചിങ് ഫീൽഡിൻ്റെ എനർജിയും അതുപോലെ തന്നെ നിയമപരമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ എനർജിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്കിതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. കരിയർ പരമാകുന്ന കാര്യത്തിലൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും കോൺസെൻട്രേഷൻ ചെയ്യുന്നതും മറ്റെല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ച് കരിയർ പാതയിലൊക്കെ നല്ല ഒരു പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളുടെ എനർജിയൊക്കെ നമുക്ക് വളരെ ശക്തമായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും അപ്പോൾ ഒരു ടീച്ചിങ് ഫീൽഡിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടൊക്കെ ഒരു ഉയർന്ന സിറ്റുവേഷൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു കൺഫ്യൂഷൻ എനർജിയൊക്കെ വന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. പക്ഷെ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒരു സോൾ സെർച്ചിങ് സമയമാണ് കേട്ടോ. നിങ്ങളൊന്ന് എലോൺ എനർജിയിൽ നിൽക്കുക എന്നാണ് കാണുന്നത്. ലൈഫിലെ എന്തെങ്കിലും കാര്യങ്ങൾ ഡെത്തായി പോകുമെന്നുള്ളൊരു തോന്നൽ, അവസാനിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് എലോൺ എനർജിയിലേക്ക് മാറുക. കാരണം അത് നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻസിൻ്റെ സമയമാണ്. അത് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയ എനർജി പോലെ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രഗിളിങ്, നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടൽ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം, അതായത് ലൈഫിലൊരു സിറ്റുവേഷൻസ് വേണോ വേണ്ടയോ, അല്ലെങ്കിൽ അത് ലഭിക്കുമോ അതോ അത് നഷ്ടപ്പെടുമോ എന്നിങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ എനർജി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ശരിക്കും ഒരു സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്നുവെങ്കിൽ, കുറേ ആളുകളിലെ എനർജിയിലേക്ക് നോക്കുമ്പം ചിലത് പൂർണ്ണമായും ഡെത്തായി പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രോത്താണ്. ചിലതൊക്കെ നമ്മളിൽ നിന്നും അവസാനിക്കുമ്പോഴാണ് നമുക്ക് ചിലതൊക്കെ നമ്മളിലേക്ക് യഥാർത്ഥമാകുന്ന, നമ്മളിലേക്ക് വന്നു ചേരേണ്ടവ വന്നു ചേരുന്നതെന്ന് മനസ്സിലാക്കുക. പക്ഷേ നിങ്ങളുടെ ലൈഫിലൊരു ഭാഗ്യം, ഒരു ഗ്രോത്ത്, അതായത് നിങ്ങളുടെ വിധി നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് എന്താണ് വിധിച്ചിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ചില സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പോൾ ഡെത്തായി എന്ന് തോന്നിയെടുത്തുനിന്ന് തന്നെ ഒരു റീബർത്ത് എനർജി വന്നു ചേരുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ ചില വ്യക്തികൾ പാസ്റ്റിലേക്ക് തിരിച്ചു പോകുന്ന ഒരു എനർജി, നിങ്ങളുടെ പാസ്റ്റിലെ ലൈഫിലേക്ക് പോകുന്നതാവാം, അല്ലെങ്കിൽ പാസ്റ്റിലെ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് എവിടെയായിരുന്നു ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതാവാം. ഇമോഷണലി ചില കാര്യങ്ങൾ റോങ് ആണെന്ന് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ലൈഫിലേക്ക്, ചിലപ്പോൾ അതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലൊക്കെ പെട്ടുപോയ വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്ന സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. വളരെ സ്ട്രോങ് ആയിട്ട്, അതായത് ഒരു തിരിച്ചറിവോടുകൂടി കുടുംബം, ഫാമിലി, മക്കൾക്കൊക്കെ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുറേ വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഫാമിലി ലൈഫിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും ഉപേക്ഷിച്ച്, അതായത് റോങ് ആകുന്ന ഇമോഷണൽ സിറ്റുവേഷൻസുകളിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആകുന്നതാണ് കേട്ടോ. ഒരു റീയൂണിയൻ എനർജിയാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് യഥാർത്ഥമാകുന്ന ആ ഒരു ബന്ധം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻ വെച്ചിരുന്ന സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ വളരെയധികം എന്താ പറയുക, കടുംപിടുത്തമൊക്കെ ഉള്ള, അതായത് ഇമോഷൻസിനെ ഹൈഡ് ചെയ്യുന്ന പേഴ്സണാലിറ്റിയൊക്കെ ഉള്ള വ്യക്തികൾ, സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാതെ എപ്പോഴും ഒരു സ്ട്രോങ് ആയ മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കുന്ന വ്യക്തികളൊക്കെ ഇമോഷണലിയൊക്കെ ഒന്നും ചേഞ്ച് വരുത്തുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലാവാം, നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളോടാവാം, ഇച്ചിരി ഇമോഷൻസൊക്കെ കാണിക്കണം, ഒന്ന് സ്നേഹിക്കണമെന്നൊക്കെ ഉള്ള ഒരു തോന്നലിലേക്കൊക്കെ ഒന്ന് വരുന്നുണ്ട്. അതായത് ഒന്ന് ചിരിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ ഒന്ന് ചിരിക്കാനൊക്കെ തുടങ്ങി എന്ന് തന്നെ പറയാം. സംസാരിക്കാൻ, മനസ്സ് തുറന്ന് സംസാരിക്കുക, അതായത് ഇമോഷൻസ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കെട്ടി നിന്ന ചില ഇമോഷൻസിനെയൊക്കെ ഒന്ന് പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ സമയത്തെയും നിങ്ങളുടെ ലോകം, നിങ്ങളുടെ ജീവിതത്തെയും മാറ്റിമറിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പാസ്റ്റിലെ ഒരുപാട് കാര്യങ്ങളെ നിങ്ങളുടെ ചേഞ്ച്, നിങ്ങളുടെ ക്യാരക്ടർ, പേഴ്സണാലിറ്റി ചേഞ്ചിങ്ങിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചിങ് വരാൻ പോകുന്നെന്നാണ് കാണുന്നത്. അതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിക്കൊക്കെ വളരെ പോസിറ്റീവായൊരു സമയമാണ് കേട്ടോ. നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുകയായിരുന്നുവെങ്കിൽ, നിങ്ങളിൽ ഒരു വ്യക്തി ഒരാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട് എങ്കിൽ, ശക്തമാകുന്ന ഒരു റീയൂണിയൻ എനർജിയൊക്കെ ഇതിനകത്തേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങൾക്ക് ലോസായി പോയ നിങ്ങളുടെ ഇമോഷൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ആയിക്കോട്ടെ, ലോസായി പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കാൻ പോകുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ. ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുടെ സമയമാണ്. ബർഡൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞ പോലെ കാർമിക്കാണ്. മൂൺ എനർജിയുടെ കടന്നുകയറ്റം കൊണ്ട് സംഭവിച്ചിരിക്കുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നുമെല്ലാം മാറ്റമെന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, ആലോചിച്ച് തീരുമാനിച്ച് അർഹമാകുന്നിടത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ.
പിന്നെ ബ്ലാക്ക് മാജിക് എനർജി ഇന്നലത്തെ കുറച്ച് പേര് വിളിച്ച് ചോദിച്ച് എന്താ ചെയ്യേണ്ടതെന്ന്. നമ്മളത് റീഡിങ്സ് എടുത്ത് നോക്കിയാൽ മാത്രമാണ് കേട്ടോ. നമ്മളുടെ എല്ലാ കാര്യങ്ങളും മറ്റൊരാൾ നമുക്ക് ബ്ലാക്ക് മാജിക് ചെയ്തതുകൊണ്ടാണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ. ഇപ്പം നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന കാർമിക് സിറ്റുവേഷൻസ് ആണ്, നിങ്ങളുടെ ഒരു വിധിയെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം അത് നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ആണ്. അപ്പം നമുക്കത് കറക്റ്റ് ചെയ്ത് റീഡിങ് ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. പേഴ്സണൽ റീഡിങ്ങിനാണ് പേയ്മെൻറ്റും അടയ്ക്കുകയും ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന പ്രാർത്ഥന, വരാഹി ദേവിയുടെ മന്ത്രം ഒന്നും ചോദിക്കാതെ പ്രതിഫലം ഇച്ഛിക്കാതെ പ്രാർത്ഥിക്കുക എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. 21 ദിവസം ഞാൻ പ്രാർത്ഥിച്ചേക്കാം, ഇന്ന കാര്യം നടക്കണം, ഇതൊന്നും നിങ്ങൾ പറയരുത്. പ്രതിഫലം ഇച്ഛിക്കാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ആ ഒരു കർമ്മം തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ഒരിക്കലും എന്നും ഒരുപോലെ ആയിരിക്കില്ല. ആ ഒരു ടൈം ചേഞ്ച് ആവുന്ന സമയത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വിധം നിങ്ങൾക്ക് നല്ല ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും, നിങ്ങളെ ആരൊക്കെയാണോ ഡൗൺ ആക്കിയത്, ആരൊക്കെയാണോ ഒറ്റപ്പെടുത്തിയത്, അവരുടെ എല്ലാം മുമ്പിൽ ഈശ്വരൻ, ദൈവമെന്ന ശക്തി ഉയർത്തുക തന്നെ ചെയ്യൂ കേട്ടോ. ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് അബണ്ടൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അബണ്ടൻസ് ആണ്. അപ്പം പല കാര്യങ്ങളും നിങ്ങളെ തേടി വരുന്ന ദിവസമാണ്. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസർ എന്നാണ് കേട്ടോ. നിങ്ങൾ നല്ലപോലെ മെഡിറ്റേഷൻ ചെയ്യുക. കുറച്ച് സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. മെഡിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന കൂടിയാണെന്ന് മനസ്സിലാക്കുക. ഏകാഗ്രമായിട്ട് നടക്കുന്ന പ്രാർത്ഥനകളാണ് മെഡിറ്റേഷൻസ് ആയിട്ട് രൂപം പ്രാപിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അത് ഈശ്വരനോട് ആൻസർ അതായത് മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ആൻസർ ലഭിക്കും. ടേക്ക് ആക്ഷൻ എന്നാണ് കേട്ടോ. അതായത് മടി പിടിച്ചിരിക്കാതെ നിങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾക്കെല്ലാം പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.